മലയാള ഫിലിമിനെ തന്നെ വൺ മാൻ ഷോ ആക്കി മാറ്റിയ ഒരാളാണല്ലോ ഇദ്ദേഹം. പിടിച്ചില്ലേ? എന്താ നിനക്ക് എന്നെ പിടിച്ചില്ലേ? ഇപ്പൊ ഒറ്റ സിനിമ എടുത്തിട്ട് തന്നെ ഒറ്റയ്ക്ക് ഫേമസ് ആയി. ഒച്ചമ്മയുടെ ഭാവം സാരമില്ല, താഴെ വന്നല്ലേ സമ്മാനം പിടിക്കാൻ നോക്കൂ. ഈ ചളിനെ ചവിട്ടിക്കൂട്ടി കടലെറിയാൻ. എന്താണ് ഈ സന്തോഷ് പണ്ഡിറ്റ് അപ്രോച്ച് ടു ദ ഫിലിം? അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഏതാ ഈ ജെറുഗൻ? അയ്യോ, ഇത് പെൺകുട്ടിയാ. ഭർത്താനം കണ്ട് അങ്ങനെ തോന്നണില്ലല്ലോ. ഒരു ദിവസം പെട്ടെന്ന് സന്തോഷ് പണ്ഡിറ്റ് വന്നിട്ട് രാജുവേട്ടനെ അഭിനയിക്കാൻ വിളിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും രാജുവേട്ടന്റെ പ്രതികരണം? മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. സന്തോഷ് പണ്ഡിറ്റ് എന്നല്ല ആർക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളുടേത് എന്ന് അവകാശപ്പെടാവുന്ന ഒരു സൃഷ്ടി സിനിമയിൽ ഉണ്ടാക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്കൊരു സിനിമ എടുക്കണം എന്ന് തോന്നിയാൽ പാടില്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. ഞാൻ മാത്രമല്ല, അവരെല്ലാം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അത് സന്തോഷ് പണ്ഡിറ്റിന് സിനിമ എടുക്കണമെങ്കിൽ അയാൾക്ക് സിനിമ എടുക്കാം. അങ്ങനെ ഒരു സിനിമ ഉണ്ടായി, അത് കാണണോ കാണാതിരിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കും എനിക്കുമുണ്ട്. എന്റെ ബുദ്ധി എന്താണെന്ന് അവസരം വരുമ്പോ ഞാൻ എല്ലാത്തിനെയും കാണിച്ചുതരാം. നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇവിടെ ആരും കുറ്റക്കാരൊന്നുമല്ല. മാഡത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഈ സംഭവം മറക്കാനാകാത്ത ഒരു സംഭവമായി മാറട്ടെ. ആ സിനിമയുടെ മുടക്കുമുതൽ വെച്ച് എന്റെ ഊഹം അതൊരു വലിയ ഹിറ്റ് ആയിരിക്കുമെന്നാണ്. അപ്പൊ സത്യത്തിൽ ഇവിടെ വിജയിച്ചത് സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ്. ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ അല്ലേ? സന്തോഷ് പണ്ഡിറ്റ് ഒരു സിനിമ എടുക്കുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്താണ്? ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സിനിമ കണ്ടിരിക്കണം. അയാളുടേതായ മാർഗത്തിലൂടെ അത് അയാൾ സാധിച്ചെടുത്തു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? രണ്ടാമത്തെ ചോദ്യം, സന്തോഷ് പണ്ഡിറ്റ് എന്റെ അടുത്ത് ഒരു കഥ പറയാൻ വരികയാണെങ്കിൽ ആര് കഥ പറയാൻ വന്നാലും കേൾക്കാൻ തയ്യാറാകുന്ന ഒരാളാണ് ഞാൻ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.